ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് സിഡ്നിയിലുണ്ടായ വെടിവെപ്പ്. ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിനിടെ ബൂണ്ടി ബീച്ചിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ 16 പേർ. സിഡ്നിയിലെ പ്രധാന വിനോദ കേന്ദ്രമാണ് പ്രശസ്തമായ ബോണ്ടി ബീച്ച്. സംഭവം നടന്നത് ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിന്റെ 8ാം ദിവസം. ഫെസ്റ്റിവലിന്റെ തുടക്കമായതിനാൽ ബോണ്ടി ബീച്ചിൽ 100 കണക്കിന് ആളുകൾ ഒത്തുചേർന്നിരുന്നു. വൈകുന്നേരം ഏകദേശം 6:30 ആയിട്ടുണ്ടാകും. പെട്ടെന്നാണ് വെടിവെപ്പുണ്ടായത്. അക്രമികൾ തുടരെ 50-ലധികം വെടിയുതിർത്തു. കുട്ടികളെയും വയോധികരെയും പോലും വെറുതെ വിട്ടില്ല. സാധാരണക്കാരായ 16 മനുഷ്യർ പിടഞ്ഞു വീണു. 29-ലേറെ പേർക്ക് പരിക്കേറ്റു. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? അവർ എന്തിനിത് ചെയ്തു? അച്ഛനും മകനുമായ സാജിദ് അക്രം, നവീദ് അക്രം എന്നിവരാണ് അക്രമികളെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും ചേർന്ന് നടത്തിയ ഭീകരാക്രമണമാണിതെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഈ പ്രതികൾ ഈ ക്രൂരത ചെയ്തതെന്നാണ്. അതിന് പ്രാഥമികമായി ലഭിക്കുന്ന ഉത്തരം അതിങ്ങനെയാണ്: ജൂതമത വിദ്വേഷമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന നിഗമനം. അക്രമികളിൽ ഒരാളെ പോലീസ് വെടിവെച്ചു കൊന്നു എന്നും രണ്ടാമത്തെയാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് 50-കാരനായ പ്രതിയായ പിതാവിനെയാണ് പോലീസ് വെടിവെച്ചു കൊലപ്പെടുത്തിയത്. പ്രതിയായ 24-കാരനായ മകൻ ആശുപത്രിയിലെന്നാണ് സൂചന. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തിനെതിരായ ഗുരുതര ഭീകരാക്രമണം എന്നാണ് സംഭവത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഈ അക്രമം നടക്കുന്ന സമയത്ത് അക്രമികളെ വെറും കൈയോടെ ധീരതയോടെ നേരിട്ടയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. സിഡ്നിയിൽ പഴക്കച്ചവടം നടത്തുന്ന അഹമ്മദ് അൽ അഹമ്മദാണ് അക്രമിയെ നേരിട്ടത്. 43-കാരനായ അഹമ്മദിന് 2 തവണ വെടിയേറ്റിരുന്നു. എന്നിട്ടും തളരാതെ അക്രമികളെ കീഴ്പ്പെടുത്തിയ അഹമ്മദിനെ ഹീറോയായി കാണുകയാണ് സിഡ്നി ജനതയിപ്പോൾ. അഹമ്മദ് ഇപ്പോൾ സിഡ്നിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഹമ്മദ് പ്രതിയെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങളൊന്ന് കാണാം. Oh mon gros! Oh mais il y a son pote, il va se faire tirer dessus. Il est trop con le mec qui a l'arme. Oh enculé, il a pris une deuxième arme. En gros, il a récupéré l'arme du mec qui... Tu sais, il l'avait pris dans sa main là. Oui, j'ai vu. കാറുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന ശേഷമാണ് അക്രമികളുടെ അടുത്തേക്ക് ഓടി വന്ന അഹമ്മദ് അക്രമിയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയിടുകയും തോക്ക് തട്ടിയെടുക്കുകയും ചെയ്തത്. തുടർന്ന് തോക്ക് അക്രമിക്ക് നേരെ ചൂണ്ടുകയും ചെയ്യുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.
ഇത്തരത്തിൽ ആ വലിയ ഭീകരാക്രമണത്തിനെതിരെ ഒറ്റയ്ക്ക് പൊരുതിയ ഒരാളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.